ഓ അപ്പു അച്ഛാ ചങ്ങുണ്ണിയെ എന്റെ മോനൊരു ആനവാല് കിട്ടുമെന്ന്. ഓ വേണോ? തിരിച്ചെടുപ്പ കാണാം. അതൊന്നും വേണ്ട, അത് കുട്ടിക്ക് എന്റെ ഒരു സമ്മാന. കെട്ടിത്തരാം. ഇനി അപ്പു പേടിക്കുന്ന സ്വപ്നമൊന്നും കാണില്ല കേട്ടോ. ആ കൃഷ്ണൻകുട്ടി വന്നത് നന്നായി. എന്താടോ വീട്ടിലെ പെങ്ങളും കുട്ടികളും വന്നിരിക്കുക. എനിക്ക് അതുവരെ ഒന്ന് പോണം. ജോർജ് കുട്ടി വണ്ടിയായിട്ട് വരും. ഇതൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുക. അപ്പൊ കാശോ? അതൊക്കെ നമുക്ക് വൈകുന്നേരം കാണാടോ. ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ താൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പരിഗ്രഹത്തിനെ കാണാൻ തന്നെയാ വന്നത്. മനസ്സിലായി. അപ്പൊ പറഞ്ഞ പോലെ എടോ വിടുക്ക. അപ്പോ നീ വേഗം കടയിൽ പോയി സാമാനം പിടിച്ച് അമ്മയുടെ കൊണ്ട് കൊടുക്ക. കാശ് കീശയിൽ ഇട്ടോ. ഇത്തവണ എങ്ങനെയുണ്ട് ഉണക്കാ? അതെ, നീ പോയിട്ട് ആ ഓലയെല്ലാം വലിച്ചോട്ടത്ത് കൂട്ടിയിട്. ചെല്ല. അമ്മേ ഇതുണ്ടോ? ഇതെവിടുന്നാ കിട്ടിയത്? കേശവൻകുട്ടിയുടെയാ, അച്ഛനെ വാങ്ങി തന്ന്. അസലായിട്ടുണ്ട്. ആരാ കെട്ടിത്തന്ന്? അച്ഛൻ തന്നെ. ശരി, കോഴിക്കൂട് തുറന്നിട്ടില്ല, വേഗം ചെല്ല്. ഇനിയും കോഴികളെ വിട്ടില്ലേ? വിട്ടിട്ടില്ല, അതല്ലേ പറഞ്ഞത്. ചെല്ല്, വേഗം വാ, പീടിയിലേക്ക് പോണം. ആ എണ്ണക്കുപ്പി എടുത്തോ. അതെ, ഉഴുന്ന് വാങ്ങാൻ മറക്കരുത് കേട്ടോ. ഓ ചെല്ല്. അമ്മേ അമ്മേ, ഇതാരാ വന്നിട്ടില്ല നോക്കൂ. എവിടുന്നാ വരണേ? വല്ലതും കഴിച്ചോ? ഇപ്പൊ കൊണ്ടുവരാട്ടോ. ഏടത്തിക്ക് സുഖം തന്നെ അല്ലേ? എന്തേ എവിടുന്ന് പോന്നേ? എന്തേ എവിടുന്ന് പോരാൻ കാരണം? ഒന്നുമില്ല, ഏടത്തിയോട് വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞിണ്ടാവും. ഞാൻ പോവില്ല. അവിടെ കാണാണ്ടായ അന്വേഷിച്ച ആളെ അയക്കും. അല്ലെങ്കിൽ ഏടത്തി തന്നെ വരും, തീർച്ചയാ.
ആ തുടച്ചോളൂ. ഇനി കുറച്ചു നേരം പോയി കിടന്നോളൂ ട്ടോ. തനിക്ക് തരാനുള്ള പണം ഒരാഴ്ച പോയി തരാം. പോരെ? എപ്പോ ചോദിച്ചാലും ഇത് തന്നെയാണല്ലോ പറയാറുള്ളത്. വളപ്പിലെ മരങ്ങളൊക്കെ കൊടുത്തു എന്ന് കേട്ടൂലോ. ആരാ വാങ്ങിയത്? താനൊക്കെ എന്തിനാ അറിയണേ? പറ്റിക്കാൻ പറഞ്ഞാണ് തോന്നി അല്ലേ? അതുകൊണ്ടല്ല, പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. തനിക്ക് മാത്രമല്ല എനിക്കുണ്ട് ബുദ്ധിമുട്ട്, അറിയോ? മരങ്ങൾ വാങ്ങിയത് ആരാന്നൊക്കെ അന്വേഷിക്കാൻ വന്നിരിക്കുക. ഞാൻ നുണ പറയാനും തോന്നി, പറഞ്ഞു കൊടുക്ക്. വിറ്റ് കഴിഞ്ഞു. ചൊവ്വാഴ്ചക്കുള്ളിൽ പണം തന്ന് 4 മുറിക്കും. ജോർജ് കുട്ടിയാ വാങ്ങിയത്. വെറുതെ പറഞ്ഞാൽ അതിപ്പോ മനസ്സിലായല്ലോ. ഹ. ഞാൻ കണ്ടമാനം കാശിയാൽ വിതിരുന്ന കാലത്ത് ഇയാൾക്കൊക്കെ എന്നോട് എന്തായിരുന്നു സ്നേഹം, ബഹുമാനം. ഇയാൾക്ക് മാത്രമല്ല എല്ലാവർക്കും. കുറച്ച് കാശ് കടം വാങ്ങിയപ്പോ വാക്ക് പാലിക്കാത്തവനായി, കൊള്ളരുതാത്തവനായി, നുണ പറയുന്നവനായി. പോരെ? ഉടനെ തരാന്ന് പറഞ്ഞോണ്ടാ വാങ്ങാൻ വന്നത്. അതും തെറ്റായി പോയിച്ച പിന്നെ താനിനി കാശിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട. പിന്നെ ജോർജ് കുട്ടി പണം തന്നതും ഇയാളെ കടയെ കൊണ്ട് കൊടുത്തേക്ക്. ചതിക്കാൻ അറിയില്ല, അത് മനസ്സിലാക്കിക്കൊള്ള. കാശില്ലെങ്കിൽ എന്താ, ആദ്യത്വത്തിന് യാതൊരു കുറവുമില്ല. എന്തിനാ ആദ്യത്തെ കുറയ്ക്കണേ? തമ്പിയേട്ടൻ നാട്ടുകാരെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നും. കൃഷ്ണൻകുട്ടിയായിട്ടും കൂടുതലൊന്നും പറയണ്ട. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾക്ക് കൊടുക്കാനും അയാളുടെ നല്ല കാശുണ്ടല്ലോ. കടം മേടിച്ചാ തിരിച്ചു തരൂ? ഇല്ല. ഇതെവിടെ തന്നെയാ? ആ കരണം ചെല്ല്, കാശ് അങ്ങോട്ട് എത്തിച്ചോളാം. ആ ആ. കൃഷ്ണൻകുട്ടിയായിട്ടും പറഞ്ഞാ എനിക്ക് വിശ്വാസം. ആ. കരണം പണം ചോദിക്കാൻ വന്നതാ. തമ്പിയേട്ടൻ ചീത്ത വിളിച്ചോ? എന്തൊക്കെയോ പറയണ കേട്ടു. ഇപ്പൊ ദേഷ്യം കുറച്ച് കൂടുതലാ. അന്വേഷിച്ചു. ആ. മീൻ വാങ്ങിയോ? എന്ത് മീനാ? നല്ല മീനാ. ഈ ഉരുളി ഒന്ന് തേക്കാൻ പറ്റുമോ? നിനക്ക് വെച്ചൂടെ? ഞാൻ തേച്ചിട്ട് കരി പോണില്ല. ഞാൻ തേക്കണോ? നീ എന്താ തിന്നണേ? നിനക്ക് വേണോ? ഉം. വായണിക്ക്. ഹൈ, എന്തേ കാട്ടിയ? ഒരു അടി തരൂട്ടോ. തുടക്കിയ പാവാടയില്. നീ എപ്പോഴാ പണി കഴിഞ്ഞു പോവാ? ഞാനോ? കുറച്ചു നേരം ആവും. വഴിയിൽ കാത്തിരിക്കണ്ട കേട്ടോ. ശരി, ഞാൻ നിന്റെ വീട്ടിൽ കാത്തിരുന്നോളാം. ഇന്ന് എന്റെ അച്ഛൻ്റെ അടിയും കൊള്ളും. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. മീനാകത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി കഴുകാണോ? നല്ലോണം കഴുക. അവള് തേച്ചാ കരി പോവില്ല. നാളെ കൊടുക്കേണ്ടതാണേ. ഞാൻ ഉപ്പ് വാങ്ങാൻ മറന്നുപോയി. പോയി വന്നിട്ട് കഴിക്കോളാം. മതി, വേഗം പോയിട്ടോ. ആ. ഇപ്പൊ കേട്ടില്ലേ? ഇനി ഉരുളി കഴുകൂട്ടോ. നിന്നെ ജാനു, അവിടെ ഇരിക്കണ മീൻ കഴുകിയോ? ഇല്ല, വറക്കാനാ. നീ കഴുകി വെക്ക്, ഞാൻ വരാം. നല്ലോണം ചൂടാക്കിയോ? ഉവ്വ്. ഉം. അമർത്തി പറ്റാതെ. നീര് പോണ്ടേ? അയ്യോ, എന്തൊരു വേദനയാ. ഇരുട്ടത്ത് തെണ്ടാൻ പോകുമ്പോ ഇതൊന്നും ഓർക്കില്ല അല്ലേ? ഒന്ന് മെല്ലെ ഒഴി, മതി. മാറണ്ടേ? കള്ളും കൂടി ചിരുട്ടത്ത് തപ്പി തടഞ്ഞ് നടക്കുക. പറഞ്ഞു തോറ്റു. കാശ് വേണമെങ്കിൽ നീ തരുമോ? വല്ലവരോടും കടം വാങ്ങണമെങ്കിലേ കൂടെ ഇരുന്ന് കുടിക്കണം. സേവയ്ക്ക് പറയണം, മനസ്സിലാക്കിക്കോ. വെറുതെ വീം പഠിക്കാതെ കുടിച്ചാലേ കടം തരൂ. തീർച്ചയായിട്ടും. നുണ പറയാണെന്ന് വിചാരിച്ചോ? നിന്നെ കൊണ്ട് എന്താ ഉപകാരം? കേക്കട്ടെ. ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാശ് കളയല്ലാതെ വേറെ എന്താ പ്രയോജനം?
വിലയില്ലാത്തോള്. അതെനിക്കറിയാം. എനിക്ക് വിലയുണ്ടെങ്കിലേ നിങ്ങൾ ഈ നാട്ടുകാരോട് ഇങ്ങനെ കളിക്കില്ല. നിങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നു കേട്ടാ മാനം പോവും. എന്താ കേട്ടെന്ന് പറയേ. കഴിഞ്ഞു വിട്. വെറുതെ പറയിപ്പിക്കരുത്. നിങ്ങളുടെ ചീത്ത സ്വഭാവം നിങ്ങൾക്ക് തന്നെ അറിയാം. വെറുതെ വഴക്കൂടാൻ വേണ്ടിട്ട് തോന്നിയത് പറയാ. നാവടക്കിക്കോ. വെറുതെ അല്ല. നീ പറയാറില്ലേ നല്ല സ്വഭാവമാണെന്ന്, കേട്ടില്ലേ? പോട്ടെ, ഇപ്പൊ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും. കരണ്ടാ പണി, ബുദ്ധിയില്ലാത്തോള്. ഇതങ്ങട് കഴിച്ച കാലിലെയും കഴുത്തലെയും വേദന അങ്ങോട്ട് മാറും. വരട്ടെ വരട്ടെ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. വായി തോന്നിയത് പറയുന്നല്ലാണ്ട് മനസ്സിലൊന്നുമില്ല, അറിയാലോ. എപ്പോ നോക്കിയാലും വെറുതെ വേണ്ടാത്ത പറയും. എത്ര വെച്ചിട്ടാ സഹിക്കാം. പോട്ടെ, വേഗം ഊണ് കാലാക്ക്. കണ്ടോ, കുറച്ച് കുടിക്കും, ഉടനെ വിശക്കുകയും ചെയ്യും. കുടിക്കാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ തന്നെ നീര് ഒഴുക്കും ഒക്കെ തുടങ്ങി. എനിക്ക് ഒഴിയാണ് ജോലി. സമയം നന്നല്ല, അതുകൊണ്ടാ ഇതൊക്കെ. തമ്പുരാട്ടി ഒന്നും പറഞ്ഞില്ലേ? കരയായിരുന്നു, ഞാൻ സമാധാനിപ്പിച്ചു. എന്റെ സമയം നന്നല്ല എന്ന് അവള് മനസ്സിലാക്കണ്ടേ? ഇത് സമയദോഷമൊന്നുമല്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്നും പറയാനില്ല. പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും എനിക്കൊരു വിരോധമില്ല. പറഞ്ഞോ. ഈ നാട്ടിലെ ചില ചീത്ത പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് നിർത്തണം. പുറത്തിറങ്ങിയ പരാതി കേൾക്കാനും സമാധാനം പറയാനും എനിക്ക് സമയമുള്ളൂ. കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുക. ശരിയാ, സർവണ്ണവും നശിപ്പിക്കണം നായ്ക്കളാ. ഞാനതൊക്കെ മറക്കാൻ തുടങ്ങി. കുടിച്ചാലാ ബലം തോന്നണത്. നമുക്ക് ആ വളപ്പിലെ മരത്തിന്റെ ചോട്ടി പോയിരിക്കാം. വാ. നല്ലപോലെ കഴുകിയോ? ആ, വലിയ തൊട്ടിയിൽ വെള്ളം കോരി വെക്കാം. ഇതും വെട്ടാൻ പോവാല്ലേ? നിലത്തിരിക്കണ്ട, കസാര എടുത്തിട്ട് വരാം. അതാ പുളിയുടെ ചോട്ടിട. അവിടെ ഇരുന്നും കുടി തുടങ്ങിയോ? ഹേയ്, അതൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ ഒന്ന് ചെന്ന് രണ്ട് നല്ല വാക്ക് പറയാ. എന്നെ കണ്ട ചീത്ത പറയും. പറഞ്ഞോട്ടെ, എന്നാലെങ്കിലും ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ. വന്നാട്ടെ, വരും. പതുക്കെ. നീ പൊക്കോ. അകത്ത് വന്ന് കിടന്നൂടെ? ഞാനകത്തുള്ളത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. കുറച്ചു നേരം വിട്ട് ഇരുന്നോട്ടെ, നല്ല കാറ്റുണ്ട്. വിശക്കണില്ലേ? വയറ്റിലൊന്നുമില്ല. ഞാൻ വേഗം മീൻ പറക്കാം.
ആയിക്കോട്ടെ. വാശിക്കാരിയാ. അവര് പറയുന്നതിലും കാര്യമുണ്ട്. എല്ലാം കുറച്ച് അധികം ആവണുണ്ട്. ഞാൻ എന്തിനാ കൃഷ്ണൻകുട്ടിയെ ഇനി ഇരിക്കണേ? പോയാ വായിക്കരിയിടാൻ ഒരു സന്തതിയില്ല. ഒരാളെയും കൂട്ടാക്കാതെ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നോളാ. അവൾക്കാണെങ്കിൽ എന്നെ കൊണ്ടൊരു സഹായവും ഇല്ല, സമാധാനവും ഇല്ല. വീടാണെങ്കില് ജപ്തി ചെയ്യാൻ പോണു. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ? അങ്ങനെയൊന്നും പറയാതെ. ഒക്കെ ശരിയാവും, ശരിയാക്കാം. ആ കൃഷ്ണൻകുട്ടി, ആ. കലോണയുടെ അടിയില് കുറച്ച് കാശിരിക്കുന്നുണ്ട്. അത് നീ എടുത്തോ. അല്ല, അത് നിനക്കില്ലേടാ ചെലവൊക്കെ? അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നും കളിവിളയാട്ടം തകതകതേ. അറിയുന്നവർക്ക് നല്ല ആനന്ദമാകട്ടെ, അറിയാത്തവർക്ക് പൊന്നു കളിവിളയാട്ടം തകതകതേ. ചക്കങ്ങ ചിട്ടിയന്റെ ആന പൊന്നും പോർപ്പടിയിട കടന്ന് മൂഴക്ക് കുലപ്പെണ്ണ കൊണ്ട് വഴി തോരുമ്പോഴേ. ചക്കങ്ങ ചിട്ടിയന്റെ ആന പൊന്നും പോർപ്പടിയിട കടന്ന് മൂഴക്ക് കുലപ്പെണ്ണ കൊണ്ട് വഴി പോരുമ്പോഴേ. കേൾക്കേണ്ട കേൾക്കേണ്ട എന്റെ പൊന്നു നല്ല ആങ്ങളമാരെ, മൂഴക്ക് കുലപ്പെണ്ണ ഞാനോ കൊണ്ടുപോന്നിടോ. കേൾക്കേണ്ടേ കേൾക്കേണ്ടേ എന്റെ പൊന്നു നല്ല ആങ്ങളമാരെ, മൂഴക്ക് കുലപ്പെണ്ണ ഞാനോ കൊണ്ടുപോന്നിടോ. ഇനിയൊട്ടു നേരം കാലം കളയാതെന്റെ പണമാരെ, നാലാം കുഴി കല്യാണത്തിന് നമുക്ക് വഴി പോകേണം. ഇനിയൊട്ടു നേരം കാലം കളയാതെ എന്റെ ഇതെപ്പോഴാ വന്നേ? കൊറേ നേരമായി കഞ്ഞി കുടിച്ച് കിടക്കുക. ഇനി ഇങ്ങോട്ട് ഇല്ലാന്ന് പറഞ്ഞു പോയതല്ലേ? ഒക്കെ വെറുതെ പറയണല്ലേ പാവം. ആ വന്നു. ഛേ, എന്താ ഇത്? പുറം മുഴുവൻ പൊടിയും ചെളിയും. പോയി കഴിയ. അല്ല, അരിയും സാമാനൊന്നും വാങ്ങിയില്ലേ? ഊണ് കാലായി, ഇനി പപ്പടം കാച്ചിയേ വേണ്ടു. വന്നോളൂ. ആ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. പോവാണോ? എങ്ങോട്ടാ? മരുവന്റെ അടുത്ത്. ഓ ഓ ഓ ഓ. ആ ആ. പാലതിയെടുത്തേക്ക് ഇന്നും ചീത്ത കേട്ടുവോ? എന്താ ചെയ്യ? വീട് പണയം കൊടുത്ത ശേഷം തമ്പിയേട്ടൻ എല്ലാവരോടും വലിയ ദേഷ്യ. ആരോടും ഇവിടെ നല്ല വാക്ക് പറയില്ല, എന്നോട് ഒഴിച്ച്. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്തൊക്കെ ആയാലും മനസ്സ് നല്ലതാ. അച്ഛാ, ഇന്നെന്താ അമ്പലത്തിൽ വിശേഷം? 2-3 പേര് ചെണ്ടെങ്കും പോയിട്ട് പോണേണ്ടല്ലോ. 30 വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് തായമ്പ ഉണ്ടാവും. നീ പോകണ്ടോ അമ്പലത്തിലേക്ക്? അവിടെ ഉണ്ടാവോ? തമ്പിയേട്ടൻ്റെ കൂടെ ദേവസ്ഥയിൽ പോണം, എന്നിട്ട് അങ്ങോട്ട് വരും. എന്ത് ചോറില്ലേ?
ഇത് മതി. അതെന്താ? പീടികയിലായിരിക്കും വില അധികമല്ലേ. കുഞ്ഞുണ്ണിയോട് കൊണ്ടുവരാൻ പറഞ്ഞ് കാശ് കൊടുത്തിട്ടുണ്ട്. ഉച്ച കഴിയുമ്പോഴേക്കും വരും. വരവ് കുറവായപ്പോ പട്ടിണി കിടക്കാൻ പഠിക്കുകയല്ലേ? മിടുക്കി. ഇവിടെ ഉച്ചശിവേലിക്ക് സമയായി. നീ ഇപ്പൊ അയാൾക്ക് വേണ്ടി കാക്കണോ? എന്താ നിങ്ങൾ പറയണത്? അല്ല, അയാൾക്ക് ഇങ്ങോട്ട് വരണത് കുറച്ചിലാണെങ്കിൽ നമുക്ക് 2-3 ആൾക്ക് അങ്ങോട്ട് പോയി കാണാം. കാര്യം നടക്കണ്ടേ? അങ്ങടൊന്നും പോണ്ട. അവിടെ ആരും ചെല്ലണത് അയാൾക്ക് ഇഷ്ടല്ല. പിന്നെ വായ തോന്നിയൊക്കെ പറയും. അത് വേണ്ട. കൃഷ്ണൻകുട്ടി വരുന്നു. തമ്പിയില്ലേ? തമ്പി എവിടെ? നല്ല സുഖമില്ല എന്ന് പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചാവൂലേ? അങ്ങനെയല്ല, കാലില് നല്ല നീരുണ്ട്, തീരെ നടന്നുകൂടാ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കില്ലേ? ഇത്തവണ തമ്പിയേട്ടനെ കൊണ്ട് പറ്റില്ല. അത് പറയാനാ എന്നെ അയച്ചത്. ആവുന്ന കാലത്ത് ഭഗവതിന്നും അമ്പലത്തൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തതല്ലേ. ഇത്തവണ എന്തായാലും വയ്യ. ഏടോ, അയാളുടെ മുത്തച്ഛന്റെ കാലത്ത് തുടങ്ങിയ വഴിപാടാ. ഒരു ദിവസത്തെ പൂജയും അന്നദാനവും. അത് മുടക്കാന്ന് പറഞ്ഞ പറമ്പിലെ മരങ്ങളൊക്കെ മുറിച്ച് വിൽക്കുക. അങ്ങനെ ഇത്രയും ചെലവുള്ള പൂജ നടത്താൻ പോണേ. ദേവി എവിടെ ഇരിക്കുന്നത്? അവരുടെ പരദേവത. വലിയ കളിയൊന്നും വേണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. നല്ലോണം പറഞ്ഞു മനസ്സിലാക്കണം. വെറുതെ വലിയ കാര്യക്കാരനാന്നും പറഞ്ഞ് തോർത്തും തോളിട്ട് നടന്നാ പോരാ. അപ്പൊ 12-ാം തീയതിയിലത്തെ കാര്യങ്ങൾ ആര് നടത്തും? ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ ദേവസ്വം തന്നെ അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി. ഇതെന്താ പൊതിയില്? ഒരു കസവുണ്ടാ ദൈവത്തേക്ക് കൊടുക്കാൻ. ഞാൻ പിന്നെ ഇവിടെ കാത്തിരിക്കായിരുന്നു. എന്തിന്? നോക്ക്, വളയോ? കൈയാട്ട് ശരിയാണോ നോക്കട്ടെ. ആരെങ്കിലും കാണും. എന്നാ തല പോവോ? കാണിക്ക്. ഇത് ഊരി എടുക്കണം. വീട്ടുകാരറിയെന്ന് വിചാരിച്ചിട്ടാ? പിന്നെ അച്ഛൻ കണ്ട തല്ലുകൊള്ളില്ലേ? എവിടുന്നെന്ന് ചോദിച്ചാ ഞാനെന്താ പറയാ? ഞാനിടിച്ചാന്ന് പറയും. നിനക്കും തല്ലുള്ളൂ. ശരി, ഇനിയൊരു മാസം കഴിഞ്ഞാ നിന്റെ വീട്ടുകാർ എന്നെ അന്വേഷിച്ച് കിടക്കും. എന്തിന്? ക്ഷണിക്കാൻ. എനിക്കേ ഓട്ടോമിന് നല്ലൊരു ജോലി ശരിയാൻ പോവാ. വെറുതെ നോണ പറയാ, അല്ലാതെ വേറെന്താ പണി? ജോലി ഇട്ടിട്ട് അപ്പൊ അറിയാം. അത് ഞാനെന്തിനാ അറിയണ? നിന്നെ കൊണ്ട് വേറെ താമസിപ്പിക്കാൻ പോവില്ല. അത് പൊട്ടു. അത് നേരം കൊറയായി, ഞാൻ പോണു. മാലതിയെടുത്ത് തന്നതാ. ആ കസവ് കൊണ്ടാണല്ലോ. വേറൊന്നും പറഞ്ഞില്ലേ? കൃഷ്ണൻകുട്ടിയായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അറിയില്ല. അമ്പലത്തിലേക്ക് പോനാ തോന്നുന്നു. മാലതിയെടുത്തും വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ശരി. ദീപം 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 ആരാ? എന്താ?
മാലദ്യമേ കാണാൻ വന്നതാ, ഒന്ന് വിളിക്കോ? അമ്പലത്തിൽ പോയിരിക്കുക. നിറമാല കഴിഞ്ഞിട്ടേ വരൂ. എന്താ വലുതും പറയാനുണ്ടോ? ഇവിടുന്ന് കുറച്ച് ഓല കൊണ്ടുപോയിരുന്നു, വീട് മേയാനേ. അതിന്റെ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇനിയും കാശ് കിട്ടിയിട്ടില്ല. അത് പറയാൻ വന്നതാ. അത്രേ ഉള്ളൂ. അത് പോട്ടെ, കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. നീയേ ഒരു കാര്യം ചെയ്യും. എന്താ വേണ്ടേ? അകത്ത് വെള്ളരിക്കുന്നുണ്ട്, കുറച്ചെടുത്തോണ്ട് വരൂ. ഈ പാത്രം എടുത്തോ. ഇതില് വെള്ളമില്ലല്ലോ. ഇല്ലേ? അത് പോട്ടെ. എന്താ പറ്റിയ മാളു? ദാ മിറ്റത്ത് നിൽക്കണു. മാളു എന്താ ഉണ്ടായെന്ന് പറ. പറയാം, വാ. ലേശം പനിയുണ്ട്. രാത്രി കുറെ കുടിച്ചു അല്ലേ? കുടിച്ചിട്ടൊന്നുമല്ല, കയ്യിൽ കാശില്ല. അതാ. നല്ല ന്യായം. ചായ കുടിക്കൂ, ചൂടാറും. രാനു, അവിടെ ഒന്നും ചളി പോയിട്ടില്ലല്ലോ, നല്ലോണം തുടക്കേ. ഒക്കെ പൊഴിഞ്ഞു വീഴുക. കുട്ടപ്പനോട് പറഞ്ഞ് ആ വേലുവിനെ വിളിപ്പിക്കാം. നാളത്തെ തേങ്ങ ഇട്ടോട്ടെ. വീടി വാങ്ങിച്ചോ? ആദ്യം ഈ ചുമയൊന്ന് മാറട്ടെ, എന്നിട്ട് മതി വീടി വലിയൊക്കെ. ഇന്നലെ മൊയ്തൂനെ കണ്ടില്ല, കടയിൽ കുറെ നേരം കാത്തു. ഇപ്പൊ അവിടേക്കൊന്ന് പോയി നോക്കാം. ഇന്ന് ഒരു 2 മാസത്തെ വാടകയെങ്കിലും വാങ്ങാൻ നോക്കണം. 2 മാസത്തെ അല്ല, 6 മാസത്തെ ഇല്ലേ, മുഴുവൻ കിട്ടുമോ നോക്കട്ടെ. വല്ലാത്ത വിഷമം, കയ്യിലൊരു പൈസയില്ല.
ചായ കുടിച്ചില്ല. വേണ്ട, രുചിയില്ല. കാണണം ആ വേലപ്പനെ. പഴയ കാലമൊന്നുമല്ല. ഇവനോടൊക്കെ വർത്തമാനം പറഞ്ഞാ എന്താ ഉള്ള മാനം കൂടെ പോവും. എടാ ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിഴച്ച വർഗങ്ങളാ. അല്ലെങ്കിൽ ആരുമില്ലാന്ന് അറിഞ്ഞുകൊണ്ട് സന്ധ്യക്ക് ഇവിടെ ഒന്ന് കയറും, എന്നിട്ട് പേര് കുറ്റപ്പോ എനിക്കും. ദേ, ഇപ്പൊ കുറച്ചു പേരെ അറിഞ്ഞിട്ടുള്ളൂ. തമ്പേട്ടരായിട്ട് ഇനി നാടുകളെ അറിയിക്കണ്ട. തക്കാളോട്ട് ഇരിക്കൂ. എവിടേക്കാ? ആ മാടത്തിലെ വേലപ്പനെ നമ്മൾ വാടകയ്ക്ക് കൊടുത്ത നമ്മുടെ കടയിലിരുന്ന് എന്നെയാണ് ആവശ്യം പറയും. ഈ പറയുന്ന പോലൊന്നും ഇല്ല. ഞാൻ മൊയ്തനോട് വാടക ചോദിച്ചപ്പോ അവൻ അവിടെ ഇരുന്ന് എന്തോ പറഞ്ഞ് കളിയാക്കി, അത്രേ ഉള്ളൂ. നീ അതങ്ങോട്ട് കൊണ്ടാ, ഇപ്പൊ എവിടേക്കും പോകണ്ട. അത് നീ തീരുമാനിക്കാൻ.
കഴിഞ്ഞ തവണ കൊണ്ടുവന്നിരുന്ന വട തീരെ നന്നായിരുന്നില്ല. ആ അതേപോലെ അല്ലത് ഇത് അസല് മുറുക്ക. ജാനു എന്താ ഇപ്പൊ പണിക്ക് വരാത്തത്? ജാനുവിന് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഓ, അത് നടക്കുന്ന തോന്നണ. ചെക്കൻ എവിടുന്നാ? അത് നമ്മുടെ വടക്കേല് രാമനില്ലേ, അയാളുടെ മോനാ. ദിവസമൊക്കെ തീർച്ചയാക്കിയോ? എങ്ങനെയാ തീർച്ചയാക്ക? അവളോട് ചോദിച്ച ഒന്നും പറയണില്ല. അതാ ഇപ്പൊ കുഴപ്പം. അതിലെന്താ ഇപ്പൊ കുഴപ്പം? അവൾക്ക് ആരെയാ ഇഷ്ടമെന്ന് വെച്ചാ അത് നടത്തുക. ഞാനിത് എന്താ പറയാൻ കാരണം എന്നറിയോ? അവക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെക്കനുണ്ട്. അതാരാണെന്ന് ചോദിച്ചു നോക്ക്. അതാരാ? അതൊന്നും ഞാൻ പറയില്ല. അവളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്ക്. ഞാൻ പഠിച്ചായിരുന്നു. വേണ്ട, ഇതൊക്കെ പെറുക്കി അവിടെ കൊണ്ടുവച്ചാ മതി. ദാദാ ആ. ദാദാ ഈ മാങ്ങ വിൽക്കാനാ? അല്ല, വീട്ടിലേക്കുള്ളതാ. മാങ്ങ പൊട്ടിക്കാനൊക്കെ നീയോ ഉള്ളവിടെ? അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാൻ വന്നാ പോരെ? നേരെ ചോദിച്ചും കൊണ്ടിരുന്നോ, നിന്നെ അവിടെ കേറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിന്നെയും കൊണ്ട് ഞാനങ്ങ് പോവും. അപ്പൊ ഞാൻ കൂടെ വരുന്ന തീർച്ചയാക്കിയില്ലേ? ഇതെങ്ങനെയുണ്ട് നോക്ക്. ജനിച്ചതാ, എന്ത് സ്വാദായിരിക്കുന്നറിയോ? ഇത് നിന്റെ മാങ്ങയല്ലേ? എനിക്കൊരു കഷ്ണം എന്താ? ഇതെങ്ങനെയാ മുറിക്ക? ഇവിടെ ഒന്നും കത്തിയില്ലല്ലോ. കടിച്ചെടുത്ത് തന്നാ മതി. ശരിക്ക് കടിക്ക്. ആ നല്ല മധുരമുണ്ട്. ഇതെന്തോ വെച്ചിട്ടുണ്ടല്ലോ. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. കുറുഞ്ചിത്തിട ചുറ്റി വരും പൂങ്കാറ്റല്ലേ ഞാൻ, പൂങ്കാറ്റല്ലേ ഞാൻ. കുഞ്ഞിലത്താളം മുട്ടി വിളിക്കും ഇളം കാറ്റല്ലേ, ഇളം കാറ്റല്ലേ ഞാൻ. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. കേൾക്കാതെ ഊടുവഴി തിരയാതെ, ഊരുപിഴ കേൾക്കാതെ ഊടുവഴി തിരയാതെ, ഉറഞ്ഞു തുള്ളാതെ അടങ്ങിയൊതുങ്ങി നേർവഴിയേ നിന്നേർക്കു നേരെ മുല്ലേ. മുല്ലേ നിന്റെ പുഞ്ചിരി മുത്താൻ മെല്ലനെ മെല്ലെ മെല്ലനെ, മെല്ലനെ മെല്ലെ മെല്ലനെ. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും. ഓർമ്മകളിലോലക്കം നേർമയഴും മൂളക്കം, ഓർമ്മ
ഓളകളിലോലക്കം നേർമയഴും മൂളക്കം കരഞ്ഞു നിൽക്കാതെ മറിഞ്ഞും മടിഞ്ഞും വീണുരുണ്ടും താലോലപാടി അഴകേ അഴകേ നിന്റെ പൂമണം തായേ മുഴുവനെ മുഴുവനെ അൻപിൻ തുമ്പും വാലും അരുളും പൊരുളും തിരിയും കുറുഞ്ചിത്തിട ചുറ്റി വരും പൂങ്കാറ്റല്ലേ ഞാൻ പൂങ്കാറ്റല്ലേ ഞാൻ കുഞ്ഞിലത്താളം മുട്ടി വിളിക്കും ഇളം കാറ്റല്ലേ ഇളം കാറ്റല്ലേ ഞാൻ. ആ ഇത് ആരാത്? വാ 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 വാ. രണ്ടുപേരും ഇന്ന് തന്നെ പോവല്ലേ? അതെ. ആ അപ്പൊ താമസമൊക്കെ? ഓട്ടോമിനില് അവര് താമസിക്കാൻ സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനുവിനും ജോലിയുണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. ഇനി എപ്പോഴാ ഇങ്ങോട്ടൊക്കെ? ഞങ്ങൾ ഓണത്തിന് വരും. അടുത്ത മാസം അച്ഛൻ അങ്ങോട്ട് വരണുണ്ടെന്നാ പറഞ്ഞു. അച്ഛന് പിന്നെ നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? കൃഷ്ണൻകുട്ടിയേട്ടനില്ലേ? മാലതിയടത്തേക്ക് വീട്ടിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ കണ്ടോളാം. വരട്ടെ. ശരി, ദാ വരണു. ആ ആ പുറപ്പെട്ടു അല്ലേ? ഓട്ട് കമ്പനിയിൽ നല്ല ജോലിക്കാരാന്നുള്ള പേര് വാങ്ങണം. നിനക്കും ജോലിയില്ലേ? ആ പിന്നെ എന്താ അത്? മിഠായിയാ. ഓ എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, പോട്ടെ. ആ, പോട്ടെ. നന്നായി വരും. ഉം. ഉം. കൃഷ്ണകുട്ടിയേട്ടാ, ഏ? തമ്പിയില്ലടോ അവിടെ? ഉവ്വ്. എന്തേ? എനിക്ക് അയാളെ ഒന്ന് കാണണം. നാളെ കുറെ അയാളോട് പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയൊരു അവധി പറഞ്ഞ നാളെ തന്നെ ആള് വരും വീട് ജപ്തി ചെയ്യാൻ. എനിക്കത് അയാളോടെ നേരിട്ട് തന്നെ ഒന്ന് പറയണം. ആടോ. അല്ല ശേരനാരെ, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഇത്തിരി കൂടി സാവകാശം കൊടുക്കണം. സാവകാശം കൊടുത്താല് അയാൾ എവിടെ നിന്ന് എടുത്തിട്ട് തരും? ആര് വീട്ടിൽ നിന്നുണ്ടല്ലോ? ആ, അതിനൊക്കെ വഴിയുണ്ടാവും. തന്നെയല്ല, ഇതൊന്നും കേൾക്കാനുള്ള ശക്തി ഇപ്പൊ ആ പാവത്തിനില്ല. ശേഖരനായത് തമ്പിയേട്ടനെ കാണണ്ട. സാവകാശത്തില് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓ, താനാണല്ലോ ഉപദേശകൻ. എന്നാ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഇല്ലെങ്കിൽ കെട്ടിയോളുടെ കൈയും പിടിച്ച് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും തമ്പി അദ്ദേഹത്തിന്. നല്ലോണം പറഞ്ഞു മനസ്സിലാക്കിക്കോ. വാടോ. ഓ, അതെ, ഈ കുടി ഒന്ന് നിർത്തിക്കൂടെ? ഒരു മാസമെങ്കിലും ഒന്ന് കുടിക്കാതിരിക്കെ. ഞാനും വിചാരിക്കണ്ട അതന്നെ. വെറുതെ പറയല്ലേ. തീർച്ചയാണോ? എന്ന് ഈ വിഷം നിർത്തുന്നോ അന്ന് മുതൽ ഒരു സുഖേടും ഉണ്ടാവില്ല. നിർത്തി പോരെ. സത്യമാണോ? മാലതി, ആ കട്ടലിന്റെ ചോട്ടിൽ വെച്ചിരുന്ന കുപ്പി അവിടെ? ആഹാ, ഇപ്പൊ നിർത്തിയെന്നല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ കുപ്പി തരേണ്? അയ്യോ, കുടിക്കാനല്ല, ആരെങ്കിലും കട്ടുണ്ടോയോന്ന് അറിയാനാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സന്ധ്യയായി, അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരൂ. നിക്ക്. നീ എവിടെ ഒളിപ്പിച്ചു വെച്ചു? എന്താ പറയാത്തെ? പിന്നെയും കുടിക്കാൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഏയ്, അത് ചോദിക്കില്ല. തീർച്ചയാണോ? തീർച്ച.
അത് ഉറച്ചു കളഞ്ഞോ? ഉവ്വ്. എന്താടോ തമ്പിയത്? സന്ധ്യക്ക് ഉമ്മറത്ത് ഉറക്കം തൂങ്ങിയിരിക്കുക? എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലടോ പണിക്കരെ. അത് താൻ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നോണ്ട് തോന്നണതാ. ഒന്ന് പുറത്തിറങ്ങി 4 ആളെ കാണുകയൊക്കെ വേണ്ടേ? നാട് മുഴുവൻ കട, പിന്നെ ഞാനെങ്ങനെയാ പുറത്തിറങ്ങാ? കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കൊടുക്കുകയും വാങ്ങുകയും പറഞ്ഞ സമയത്ത് കൊടുക്കാതിരിക്കും, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാ. ഞാൻ കുറച്ച് പണം തരാൻ വന്നതാ. കൃഷ്ണൻകുട്ടിയെ കണ്ടില്ല? ഇതാ. താനേ സന്ധ്യ കഴിഞ്ഞൊന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങുക. അവിടെ നിന്ന് തായമ്പകയോ കൂത്തോ പാവക്കൂത്തോ എന്തൊക്കെയോ ഉണ്ട്. അവിടേക്കൊന്ന് കറങ്ങി നടന്നാൽ തന്നെ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടാവും. എന്താ മാരുതിയെ, സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? കാലത്തെല്ലാം ഇടയ്ക്ക് വരാറുണ്ട്. അത്രയിലായല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങാ. പണിക്കരെ, ഇതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. അതൊക്കെ കൃഷ്ണൻകുട്ടിക്ക് അറിയാം, ഞാൻ പറഞ്ഞോളാം. അപ്പൊ രാത്രി അമ്പലത്തിൽ കാണാം. തലേണയുടെ അടിയിൽ വെച്ചേക്ക്. പണിക്കരേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് എന്നിട്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിൽ പോയി വരും. നെയ്യും വരുന്നുണ്ടോ? അത്താഴം കാലാക്കണ്ടേ? മീനും വറുത്ത് വെക്കാം. പോയിട്ട് വരുന്നേ. എണീക്ക്. പണിക്കിനെത്തിയില്ലേ? കൂത്തു തുടങ്ങുമ്പോഴേക്കെത്തും. ഞാനിപ്പോ വരാം. ഞാനും വരണോ? ഏയ് വേണ്ട. തലത്തോടൊരു തിരത്താൽ പോയ്ത്താവിന് നെടുമാകടൽ കടൽ പുകുന്താய் വായ്ത്താലയും അടിത്താய் അതിൽ കണ്ടേനെതിർ വந்தே വായ്ത്തായത് മുടിവൊന്നും ഗണിത്താய் വന്നടിത്താய் പിഴയായത് പിഴയാമെന മറയാമെന ചിരിപ്പേൻ വലമടയാമെനും നിലയാ മുഴവാളരി അണയായിനും മെഗമീ മിക മുനിവാ അഴയായി തിരിച്ചിരത്തോടയും നിലത്തോടും തലപ്പേ கடல் புகுந்தாய் வாய்த்தாலையும் அடித்தாய் அதை கண்டேன் வந்தேன் வாய்த்தாயிதை முடிவென்றும் கணித்தாய் வந்தடித்தாய் பிழையாயிதை
എന്റെ കൃഷ്ണൻകുട്ടി ഞാൻ ഇന്നലെ വന്നപ്പോഴാ വിവരം അറിഞ്ഞു. മോളുടെ അവിടെയായിരുന്നു. എന്താ ഉണ്ടായി? എന്തു പറയാനാ പണിക്കരേട്ടാ, സമയമായി, ആള് പോയി. മാലതി ഒറ്റയ്ക്കായില്ലേ? അതെ, അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. എവിടുന്നേലും ഒരു വീട് തരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതൊക്കെ കൃഷ്ണൻകുട്ടി തരപ്പെടുത്തിക്കോളൂ. അതിനെന്താ വേണ്ടച്ച എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കാം. ആ ആ പിന്നെ വൈകുന്നേരം അത് വഴിന്ന് വരണം ആ കേട്ടോ. ആ ഈ ഒരു അവസ്ഥയില് പെട്ടെന്ന് വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന് ശേഖരനാര് പറയാൻ വഴിയില്ല. എന്തായാലും അയാൾ കുറച്ച് സാവകാശം തരും. അതിനിടയില് ഏതെങ്കിലും ഒരു വീട് തൽക്കാലം താമസിക്കാൻ തരപ്പെടുത്താം. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പണം കിട്ടാനുണ്ടല്ലോ. തളർന്നിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം. എന്തായാലും ആരുമില്ല, ഒറ്റയ്ക്കായി, അങ്ങനൊന്നും വിചാരിക്കരുത്. അതെ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. പെട്ടെന്ന് പോവാന്ന് വെച്ചാ അതെ, വിഷമം എല്ലാവർക്കും ഉണ്ട്. എന്നുവെച്ച് നമ്മളിങ്ങനെ ആഹാരം കഴിക്കാണ്ട് ദുഃഖിച്ചു വരുന്ന തമ്പിയേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ദേവു, നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്ന് ഇത്തിരി ചോറോ കഞ്ഞു എന്തേലും ഒന്ന് കാലാക്ക്. മാലതിയെടുത്തി വരൂ, എണീക്കൂ. അടുക്കളയിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയില്ലല്ലോ. ചെല്ലുന്നേ. മോൻ വന്നിട്ടുണ്ട്. മോനോ? എന്താ പൂ? അതെ, മാധവേട്ട് വന്നിട്ടുണ്ട്. വേഗം വരാൻ പറഞ്ഞു. അവൻ മാത്രമേ ഉള്ളൂ? ആ, അനിയൻ വന്നിട്ടുണ്ടത്രേ. എന്തിനാണാവോ? എന്നാ വേഗം ചെല്ല്. അരി വാർത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പിലിട്ടതുമുണ്ട്. കഴിക്കണേ, കഴിക്കാതിരിക്കരുത്. കൃഷ്ണൻകുട്ടിയേട്ടൻ വന്നോളൂ. നീ കൊറേ നേരമായോ മാധവ വന്നിട്ട്? എന്തേ പെട്ടെന്ന്? മീനാക്ഷിയുടെ കല്യാണം തീർച്ചയാക്കി. ഓ, ആരാ? ഇവിടെ മണത്തറ നാണാരുടെ മേന. ആ, ദിവസം നിർത്തിയാക്കിയോ? ഇല്ല, അതിന് നേരത്തെ ഇവിടെ വേണല്ലോ. കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറപ്പെട്ട അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാവില്ലേടാ? വേഗം പുറപ്പെട്ടാ മതി. അപ്പോ ആ കുപ്പായ എടുത്തിട്ട്. എന്താ മാധവ? മീനാക്ഷിയുടെ കല്യാണം തീർച്ചയാക്കി. അപ്പോ അടുത്തേ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. ഒന്ന് വേഗം നടക്കെന്റെ കുട്ടിയെ. ആ, അതെ, നാളെ കാലത്തെ ചെക്കന്റെ വീട്ടുകാര് വരുന്നുണ്ട് അത്രേ ദിവസം തീർച്ചയാക്കാൻ. പറ്റിയാ ഞാൻ നാളെ തന്നെ മടങ്ങാം. ഇല്ല അച്ഛ, മറ്റന്നാ. അതെ, അടുക്കളയിൽ അരിയും സാമാനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം ട്ടോ. ദേവു, മാലതി വല്ലതും കഴിച്ചോ? ഞാൻ അരി വറുത്തിട്ടാ വന്നത്. കഴിച്ചിട്ടുണ്ടാവും. ഞാനങ്ങട്
ആരുമില്ലേ ഇവിടെ? നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാ വല്ലാത്ത ദുഃഖം തോന്നി. മാലതി ഒറ്റയ്ക്കാണല്ലേ. എന്താ ചെയ്യാ? ഇരിക്കൂ. ഒരു ചെറിയ സഹായം ചെയ്താ വലിയ ഉപകാരമാവും. എന്തു വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞോളൂ. 1 മാസം കൂടി സമയം തരണം. വേറെ വീട് വാടക കിട്ടിയിട്ടില്ല. അതിനെന്താ, ഇനി ഇവിടെ തന്നെ താമസിച്ചോളൂ. ജപ്തി ചെയ്യില്ല, പോരെ? പക്ഷേ നിങ്ങളുടെ കടം മുഴുവൻ തീർക്കാൻ ഇനിയും കുറച്ച് സമയം കൂടി വേണ്ടി വരും. കടത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, അത് വിചാരിച്ച് വിഷമിക്കണ്ട. വലിയ സഹായായി. പക്ഷെ എന്നെയും സഹായിക്കണം. ഞാനോ? എങ്ങനെ? ഞാൻ ചില സമയത്ത് കാണാൻ വരും. വെറുപ്പ് തോന്നരുത്. എനിക്കോ? ഞാൻ നന്ദിയില്ലാത്തവളാണെന്ന് തോന്നിയോ? വേറൊന്നുമല്ല, ഞാനിവിടെ വന്നു പോകുന്നത് ആരും അറിയരുത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? എനിക്ക് തന്നെ സഹായമൊന്നും വേണ്ട. ചതിക്കാൻ നോക്ക. നിർത്ത്, മതി. എന്നോട് അധികാരം കാണിക്കാൻ താനാരാ? ഇനി മിണ്ടരുത്. ഓടി, നന്ദിയില്ലാത്ത കഴുതേ. താൻ ഇനി ഇവിടെ നിന്ന് തോന്നിയത് പറഞ്ഞ നാട്ടുകാരെ വിളിക്കും ഞാൻ. നാട്ടുകാരെ വിളിക്കോ? നീയോ? നിന്നെ ഞാൻ പെരുവഴിയിലിറക്കും, നോയിക്കോ. തെണ്ടിത്തരം കാണിക്കുന്നു. തല്ലി കൊന്നുകളയും, മിണ്ടരുത്. ഈ വീട് മതി. ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങോട്ട് മാറണം. ഇതിന്റെ അനിയന്റെ വീടാ. ചോദിച്ചു നോക്കട്ടെ. അവൻ താമസിക്കുന്നത് കല്ലാശ്ശേരി അമ്പലത്തിന്റെ അടുത്താ. ഇവൻ പോയി ചോദിക്കൂ. മകനാ? ആ നാളെ പോയാ പോരെ? മതി. ഞാൻ കൂടെ പോണോ? വേണ്ട, ഇവനെ ഏൽപ്പിച്ചിരിക്കയാ. കാശ് വല്ലതും വേണമെങ്കിൽ പോയി എടുത്തിട്ട് വേണ്ട വേണ്ട, മാറുന്ന സമയത്ത് കൊടുത്താ മതി. പോരേടാ. മതി മതി. നിങ്ങള് ഈ വീട്ടിലാ താമസം എന്നല്ലേ പറഞ്ഞു? അതെ, എന്റെ അമ്മയാ ഇരിക്കുന്നത്. മാലതി ഒറ്റയ്ക്കാ താമസിക്കാൻ പോണേ? അതെയോ? അപ്പൊ കൂടെ ആരും ഇല്ലേ? ഇല്ല, കുട്ടികളും ഇല്ല. പിന്നെ അടുത്ത് നിങ്ങളൊക്കെ ഉള്ളപ്പോ പേടിക്കാനില്ലല്ലോ. അതെ, ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഞങ്ങൾ നോക്കിക്കോളാം. ഓഹോ, വളരെ സന്തോഷം. ഓ വരട്ടെ. ഞാനിപ്പോ വരാം. എവിടേക്കാ? ഇതിപ്പോ അങ്ങനെ വിട്ട് കളയാൻ നാളെ കൂടി വരികയേ ഉള്ളൂ. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ള അയാളുടെ വിചാരം. ഞാൻ പോരാം. നിക്കോ. ഇനിയിപ്പോ ഇതൊന്നും ചോദിക്കാനും പറയാനും നിക്കണ്ട. അവരൊക്കെ വലിയ ആളുകളാ, നമ്മള് പാവങ്ങളാ. വഴക്കിട്ട് ജയിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. അയാൾ ഒന്നിനും മടിക്കാത്ത ഒരു വഷളനാണെന്ന് മനസ്സിലായില്ലേ? അവരോടൊക്കെ എതിർക്കാൻ നിന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാ ദേവനും അപ്പനും പിന്നെ ആരാ? ദേവുവിന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയ. അവളും അപ്പം കൂടെ തറവാട്ടിലേക്ക് പോയിരിക്കുക. ഞാനൊന്നും വീട്ടിൽ കയറി രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഒരു പായ പുറത്ത് വെച്ചാൽ മതി. അല്ല, അടുക്കളയിലേക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതായിട്ട് ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, അകത്ത് കയറിയിരുന്നുള്ളൂ. എന്തേ പോയില്ലേ? ഇല്ല, ഞാൻ ഇന്ന് രാത്രി വരില്ല. എന്തേ? മോൾക്ക് സുഖമില്ല. എന്താ സൂക്കേട്? പനി നീരളക്കോ. വീട്ടിലാരുമില്ല. ശരി. എന്താടോ, അവിടുന്ന് വേഗം ഇറങ്ങി കൊടുക്കണമല്ലോ പണിക്കരേട്ടാ.
ആ ശേഖരൻ നായരെ കൊണ്ടുള്ള ശല്യം തുടങ്ങി കഴിഞ്ഞു. തൽക്കാലം ഞാൻ കുഞ്ഞുണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. കുറച്ച് കലശിലാത്രേ. മക്കളും മരുമക്കളൊക്കെ എത്തിയിട്ടുണ്ട്. നേരം വെളുപ്പിക്കൊരു സംശയ. അയ്യോ, എന്താ പിന്നെ ഞാൻ കൂടെ വന്നാലോ? പോന്നോളൂ. അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിലോ? എന്താ ഇതൊക്കെ? ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് വരും. നിൽക്കൂ. എന്താ ഉണ്ടായെന്ന് പറയേ. ഉമ്മരത്തേക്ക് കല്ലെറിയാ എറിഞ്ഞു പൊട്ടിച്ചു. ഞാൻ ഇത്ര നേരം പേടിച്ചകത്തിരിക്കായിരുന്നു. ആ, മാലതി ഇവിടെ ഒറ്റയ്ക്കാന്ന് അവൻ അറിയാലോ. പേടിപ്പിച്ചതാ, പെട്ടെന്ന് ഇറങ്ങി കൊടുക്കാനേ. ആ, കഥ കിടച്ചോളൂ. അയ്യോ, ഇവിടെ കിടക്കണ്ട. ഇവിടെയാ കിടക്കേണ്ടത്. ഉമ്മറത്ത് ആണുങ്ങളുണ്ടെന്ന് അവൻ അറിയണം. അതെ, കഥ കടച്ച് സമാധാനമായിട്ട് പോയി കിടന്നോളൂ. ആ ആ, എന്തൊക്കെ കൃഷ്ണകുട്ടി കേൾക്കണത്? ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? എന്ത് പറയാനാ എന്റെ മൊയ്തു? കല്ലെടുത്ത് ഉമ്മറത്തേക്ക് എറിയുക, വിളക്കെറിഞ്ഞ് പൊട്ടിക്കുക. ഒരു പാവം സ്ത്രീയോട് അയാൾ എന്തിനാ പരാക്രമം കാണിക്കുന്നത്? ആര് ആരാ ഇതൊക്കെ ചെയ്യിക്കണമെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുക പാവം. അവരുടെ നേരെയാ. ഒറ്റയ്ക്കല്ലെന്നാണല്ലോ കേട്ടത്. പിന്നെ കൂട്ടുണ്ടായിരുന്ന ആള് പോയില്ലേ? പോയി, എന്നാലും രാത്രി കൂട്ടുകിടക്കാൻ ആളുണ്ടല്ലോ. അല്ലെങ്കിലും അതല്ലടോ അതിന്റെ ഒരു മര്യാദ. ഉടമസ്ഥൻ തട്ടിപ്പോയാ അയാളുടെ സ്വത്തുവകകളൊക്കെ കാര്യസ്ഥരല്ലേ നോക്കി നടത്തേണ്ടത്. ഈ സ്വത്തുവകളെന്നൊക്കെ പറയുമ്പോ ഭാര്യ ആ കൂട്ടത്തിൽ പെടുമല്ലോ, ഇല്ലേ? പിന്നെ ചുരുക്കത്തിൽ കൃഷ്ണൻകുട്ടിയേട്ടന് നല്ല കാലം വന്നു എന്ന് സാരം. കൃഷ്ണൻകുട്ടിയാ, ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് ഈ എന്തിനാ പോലെ മേക്കെട്ട് കയറുന്നത്? നടക്കേ, ഞാൻ കുറച്ച് കാശ് രാത്രി വിട്ടെത്തിക്കാം. ശരി 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 കൃഷ്ണൻകുട്ടിയെ.
നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കാടാണ്ടോ? ശേഖരൻ നായരോടാ കളി. അയാൾ മുന്നും പിന്നും നോക്കില്ല. പറഞ്ഞു കൊടുത്തേക്ക് അയാളോട്. കൃഷ്ണൻകുട്ടിയേട്ടനെ അവിടെ എല്ലാരും അന്വേഷിച്ചു കേട്ടോ. അതെ, ആ. ഒക്കെ തീർച്ചയാക്കി. മീനമാസം 7-ാം തീയതിയാ കല്യാണം. കിള്ളിയൂർ അമ്പലത്തിൽ വെച്ചിട്ടാ. നല്ല ചെക്കൻ. പണ്ടത്തിന്റെയും പണത്തിന്റെയും കാര്യമൊക്കെ അമ്മാവൻ നോക്കാന്നാ പറഞ്ഞത്. കൃഷ്ണൻകുട്ടിയേട്ടനൊന്ന് അവിടെ വരെ പോണം. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. എവിടേക്കാ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലേ പോണ വഴിക്ക് അമ്പലത്തിൽ കയറിയിട്ട് മീനാക്ഷിയുടെ പേർക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ഇതാ ചീട്ട്. അതിനൊന്നും എനിക്കിപ്പോ സമയമില്ല. മാലതിക്ക് ഒരു വാടക വീട് നോക്കണം. അവിടുത്തെ കാര്യമൊക്കെ ആകെ കുഴപ്പമായിരിക്കുക. എന്ത് കുഴപ്പം? ഇന്നലെ രാത്രി ആരൊക്കെയോ ആ വീട്ടിലേക്ക് കല്ലെറിഞ്ഞ് നാശാക്കി. എന്റെ ദൈവേ, കല്ലെറിയേ? ആരാത്? ഇരുട്ടത്തെറിയണവരെ എങ്ങനെ അറിയാ ആരാന്ന്? അച്ഛാ, ആ കായവറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ വേണ്ട, മോൻ കഴിച്ചോ. അല്ലത് ആരാത്? എവിടേക്കാ ഓടണ? അച്ഛനെവിടെ? ഉണ്ടോ? അതെ, ഒന്നിവിടെ വരൂ. ഇതെന്താ അത്? കുട്ടിയെ വെറുതെ വിട്ടിരിക്കണ? ഹായ്, ഒന്നും പറയണ്ട. ഞാനും അവന്റെ അമ്മ ഇല്ലാച്ചാ കണ്ട വീട്ടിൽ പോയി കളിക്കണ്ടാവും. അത്രയ്ക്ക് വികൃതിയാ. അങ്ങനെയൊന്നും അല്ല. മോൻ മെടുക്കനല്ലേ? മോൻ തൊഴുതുവോ? തൊഴുതു. ഒരു ഉമ്മ തന്നെ. ആ, എന്നാ പിന്നെ കാണാം. അതെ, നാളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ക്ഷണിക്കാനാ. ശരി. ആ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അനീത്തിയുടെ കല്യാണം കഴിഞ്ഞു വാ, അപ്പ പറയാം. അത് പറ്റില്ല. അത് എന്താണെന്ന് അറിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അതുകൊണ്ടാ ചോദിച്ചത്. അത് ശരിയാ, പക്ഷെ ഇത് നേരെ മറിച്ചാ. അതുകൊണ്ടാ പറയാൻ മടിക്കണ. നീ വിചാരിച്ച ശരിയാക്കാം. തല പോണൊന്നും അല്ല. കൃഷ്ണൻകുട്ടിയെ പറ്റി നാട്ടുകാർ പറയണത് കേട്ടാ സഹിക്കില്ല. അത് ശരിയാ, എനിക്കറിയാം. പ്ലംബിയേട്ടനോട് കടം വാങ്ങിയവരൊക്കെയാ ഇതൊക്കെ പറഞ്ഞു വരുത്തണത്. ഏട്ടൻ കാശ് ചോദിച്ചാ പിന്നെ തരാന്ന് പറയുകയല്ലാതെ ഒരുത്തരും കൊടുക്കില്ല. വഴക്കുണ്ടാക്കും. പോരെ? ദേവു, നിനക്ക് വിവരക്കുറവാ. ഇത് കേട്ട ആരെങ്കിലും അവന്റെ സ്വഭാവം മോശാണെന്ന് പറയോ? നിനക്കൊന്നും മനസ്സിലാവില്ല. അതാ കാരണം. വേറെ എന്താ ഈ പറയണേ? അവനും മാലതിയും വലിയ അടുപ്പത്തിലാണെന്ന് മനസ്സിലാക്കിക്കോ. നാട്ടുകാര് വെറുതെ പറയോ? അത് വെറും തെറ്റിദ്ധാരണയാ. സ്വന്തം ഏടത്തിയെ പോലെ എന്നെ നോക്കുക. അത്രക്കിഷ്ടാ. അപ്പോ ഞാൻ പറഞ്ഞ തെറ്റല്ലേ? അയ്യോ, അങ്ങനെയല്ല. പിന്നെ മാലതി ഏടത്തിയെ പറ്റി അങ്ങനെ ഒരു സംശയം എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാ. നീ നാട്ടിലേക്ക് പോയില്ലേ? ഉവ്വ്. രാത്രി കൃഷ്ണൻകുട്ടി കിടന്നത് മാലതിയുടെ വീട്ടിലാ. അറിയോ? എന്ത്? ആരാ പറഞ്ഞത്? ഇതറിഞ്ഞ് നാട്ടുകാര് ചേർന്ന് ആ വീട്ടിലേക്ക് കല്ലെറിഞ്ഞു. വലിയ ബഹളുണ്ടാക്കി. ഒരു കമ്പി വിളക്ക് പൊട്ടിച്ചു. മനസ്സിലാക്കിക്കോ. ഏട്ടൻ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെയാ പറയാ? നീ അറിഞ്ഞ കുഴപ്പാവില്ലേ? എന്താ ദേവു? പോട്ടെ. ഒരു കാര്യം, നല്ല വാക്ക് പറഞ്ഞ് കൃഷ്ണൻകുട്ടിയുടെ ബുദ്ധി ചെറുപ്പെടുത്ത്. അതാ മിടുക്ക്. വെറുതെ ദേഷ്യപ്പെട്ട് വഴക്കടിക്കരുത്. ആലോചിച്ചു നോക്ക. ആദ്യം മാലതിയെ കണ്ട് സംസാരിക്കേ. അവള് മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ അറിയാലോ തെറ്റോ ശരിയെന്നോ. നീയും അവന് സന്തോഷത്തോടെ കഴിയണം. അതാ എന്റെ മുഖം. നിനക്ക് ധൈര്യം വളരെ കുറവാ. വെറുതെ കറിയ. ഈ സമയത്തല്ലേ മനസ്സിന് ബലം വേണ്ടത്. അവര് ചെറുപ്പക്കാരൊന്നുമല്ലല്ലോ.
നല്ല അനുഭവമുള്ളവരാ. സമാധാനിക്കും, ഒക്കെ ശരിയാവും. ദൈവത്തിനെ പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. ആ, ഭഗവതി വരുന്നുണ്ട്, കരയണ്ട. എന്താ പൂ? എന്താ അമ്മയുടെ തല്ലുകൂടിയോ? ഏ പിന്നെ നീ എന്താ പിണങ്ങിയിരിക്കണേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പിന്നെ ആർക്കാ? അമ്മയുടെ ദേവു, 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 വിളിച്ചു കേട്ടില്ലേ? നീ എന്താ എവിടെ വന്നിരിക്കണേ? ഏ ദേവു, എന്താ ദേവു, എന്താണ്ടായേ? ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു നിന്നോട്? ദേവു, ദേവു, എന്താ ഉണ്ടായെന്ന് പറയാൻ. എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന ഒരാള്. ഒരു വീടുണ്ട്, അവിടെ ഒരു ഭാര്യയും കുട്ടിയുണ്ട്. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമുണ്ടോ അപ്പോ? അതെങ്ങനെ? അന്യരുടെ കാര്യല്ലേ വലുത്. അന്യരോ? നീ ആരെ പറ്റി അങ്ങനെ പറഞ്ഞേ? മാലതിയുടെ കാര്യം നമുക്ക് അന്യരുടെ കാര്യമാണോ? വീട് ജപ്തി ചെയ്യാൻ പോണു. ഇറങ്ങി പോകുന്ന കയറി കിടക്കാൻ ഒരു കൂര പോലും ശരിയായിട്ടില്ല. ഞാനല്ലാതെ വേറെ ആരാ അവർക്കുള്ളത് ഓടി കിടക്കാൻ? ചത്താലും തീരില്ല കടപ്പാട്. ഈ കടപ്പാടും കെട്ടിപ്പിടിച്ചോണ്ട് രാവും പകൽ ഓടി നടന്നോ? പുറത്തുള്ളവർ എന്തൊക്കെയാ പറയണെന്നറിയോ? പുറത്തുള്ളവരെ പുറത്തുള്ളവരങ്ങനെ പലതും പറയും. അതൊക്കെ ഞാനും കേട്ടു. കേട്ടപ്പോ പറഞ്ഞവന്റെ ചങ്കിന് കത്തിയെടുത്ത് കുത്താൻ എനിക്ക് തോന്നിയത്. പക്ഷെ അതുകൊണ്ടൊന്നിനും പരിഹാരമാവില്ലല്ലോ. പറഞ്ഞോട്ടെ, എന്തു വേണേ പറഞ്ഞോട്ടെ. പക്ഷെ ദേവു, നീ പറയരുത്. പറയിപ്പിക്കരുത്. പിന്നെ ജപ്തി ചെയ്യണ ദിവസം അറിയാലോ, 26-ാം തീയതി വെള്ളിയാഴ്ച. 26-ാം തീയതി വെള്ളിയാഴ്ചയോ? ആ കുഞ്ഞുണ്ണി മാഷയുടെ അത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇന്നലെ നമ്മളവിടെ പോയില്ലേ? ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം. ഒഴിയണം എന്നറിയാലോ. ആ നോട്ടീസ് നോക്കിയാലോ അറിയാം. പോവാ. ശരി, അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ.
എന്നാ ഒഴിയണ്? വെള്ളിയാഴ്ചക്കുള്ളിൽ പോണം. ഓരോ വീട് വല്ലത് ശരിയായോ? അറിയില്ല, ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. പിന്നെ എവിടെയാ താമസിക്കുക? ഒരു കാര്യവും ശരിയായിട്ടില്ല. അത്രയ്ക്ക് ചീത്ത സമയം. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഈശ്വരനെ അറിയൂ. കൃഷ്ണൻകുട്ടി ആരും ശരിയാക്കാണ്ടിരിക്കില്ല. ശരിയാ, എനിക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എത്രയാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക? കാലത്തല്ല ഇനി എപ്പോഴാ വരിക? നോക്കട്ടെ. അമ്മയെ കണ്ടോ? കണ്ടു. 2 മാസത്തേക്ക് എന്തോ പണിയുണ്ടെന്നാ പറഞ്ഞത്. അടുക്കളുടെ പിന്നിൽ ഉത്തരം പൊളിഞ്ഞിരിക്കുകയാണ്. അത് ശരിയാക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്താൽ മതി എന്ന് അമ്മാവൻ പറഞ്ഞത്. ഒരാളല്ലേ ഉള്ളൂ, പണി നടന്നോട്ടെ, അവരവിടെ കഴിഞ്ഞോളും. ഞാനത് ചോദിച്ചു. എല്ലാ പണിയും കഴിയട്ടെന്നാ പറയണത്. വേറെ വല്ല വീടും വാടകയ്ക്ക് കിട്ടുമോ? അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടാ. ആലമ്പാട്ട വീട് ഒഴിഞ്ഞടക്കുക. പക്ഷെ ഇത് വിറ്റു. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വാടക ഇത്തിരി അധികമായാലും സാരമില്ല, അത്രയ്ക്ക് വിഷമത്തിലാ. ജപ്തി ചെയ്യാൻ പോവല്ലേ? അപ്പൊ എടുത്തി ഞാൻ ഇറങ്ങാം. അതെ, അമ്മാവനോട് പറഞ്ഞേക്ക് നാളെ മുതൽ ഞാനും ഒപ്പം അവിടെയാ താമസം. അവിടെയോ? എന്താടാ, അതെന്റെ വീടല്ലേ? അതല്ല, കല്യാണത്തിന് ഇനിയും 1 മാസല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. നീ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് പോയി അമ്മാവനോട് പറഞ്ഞാ മതി. അപ്പൊ കൃഷ്ണൻകുട്ടിയേട്ടനോ? പോയി ചോദിക്കേ. കൃഷ്ണൻകുട്ടിയേട്ടൻ അതിനാളെ കണ്ടിട്ട് വേണ്ടേ ചോദിക്കാൻ? ഊണ് ഉറക്കൊക്കെ ഇപ്പം വേറെ എവിടേക്കല്ലേ? എടുത്തി എന്തൊക്കെയായി പറയുന്നത്? നീ പോവാ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ. എന്താ അപ്പോ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിയോ? ഓ, എന്തിനാ? എനിക്കറിയില്ല. ഒന്നാമത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള സമ്പ്രദായം ഒന്നും നമ്മുടെ നാട്ടിലില്ല. പുറം പൊക്കി കുള്ളി കെട്ടി താമസിക്കാൻ പറ്റുമോ? കുറച്ച് നല്ല മനുഷ്യര്, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകള്, അങ്ങനെയുള്ളവരൊക്കെ ചുറ്റും വേണ്ടേ? ഇതിപ്പോ ഒറ്റയ്ക്കൊരു സ്ത്രീ താമസിക്കാൻ പോണെന്ന് പറയുമ്പോ എല്ലാവർക്കും ഓരോ സംശയങ്ങളാ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. ജപ്തിക്കാർ വന്നോട്ടെ, പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ദൈവമുണ്ട്. എത്ര കാലം വേണമെങ്കിലും അവിടെ സുഖമായിട്ട് താമസിക്കാം. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. വിളക്ക് എത്തിക്കാറായി. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിങ്ങ് വരാം. കൃഷ്ണൻകുട്ടിയേട്ടാ, എന്താ മതി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. കൃഷ്ണൻകുട്ടിയേട്ടൻ ഇനി ഇങ്ങോട്ട് വരണ്ട. എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ തലയിലെടുത്ത് ഇങ്ങനെയൊക്കെയായി, അത് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കാൻ വേണം. കൃഷ്ണൻകുട്ടിയേട്ടന്റെ കാര്യം അങ്ങനാണോ? ഒരു വീടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. 24 മണിക്കൂർ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞ് ഓടി പ്രാന്ത് പിടിച്ച് നടന്ന അവരുടെ കാര്യം ആരാ നോക്ക? എത്ര ദിവസമായി നല്ലോണം ആഹാരം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് വീട്ടുകാരുടെ കൂടെ ഒന്ന് ഇരുന്നിട്ട്? എന്തിനു വേണ്ടിയിട്ടായാലും ദേവൂന്നല്ല ഒരു ഭാര്യ ഇതൊന്നും സഹിക്കില്ല. അതെന്ത് വർത്താനേ പറയണേ? ഞാൻ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാ ഓടണേന്നൊക്കെ ആദ്യം ദേവുമല്ലേ മനസ്സിലാക്കണ്ടേ? എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? ഞാൻ വരും, എന്നെ കൊണ്ട് ആദ്യം നോക്കെ ചെയ്യുകയും ചെയ്യും. അത് ഇഷ്ടമില്ലാത്തവര് അതാരായാലും ഞാൻ കണക്കാക്കുന്നുമില്ല. തമ്പിയേട്ടന് എനിക്കും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാളും ഇങ്ങനെ കൂടെ നിന്നിട്ടില്ല. തിരിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ കാരണം കൃഷ്ണൻകുട്ടിയേട്ടന്റെ വീട്ടില് അതുകൊണ്ടൊക്കെ തന്നെ ഇനി വരണ്ടെന്ന് പറഞ്ഞത്. വിളക്ക് കൊടുത്തട്ടെ.
നീ എന്തായി കാണിക്കണേ? ഞാൻ നാളെ കാലത്ത് പോകും. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഇനി എനിക്കിവിടെ കഴിയാൻ വയ്യ. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പോ ഇന്ന് അത്താഴം കഴിച്ചിട്ടില്ല, അരിയില്ല. അറിഞ്ഞോ ആരെങ്കിലും? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ഞങ്ങളെ പൊന്നു പോലെ നോക്കാൻ ആളുണ്ടോ അവിടെ? എന്താ? നീ എവിടെയും പോകണ്ട. നീ ഇപ്പൊ പോയാ നാട്ടുകാർ പറയുന്നൊക്കെ നീയും വിശ്വസിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? എന്നെ നിനക്ക് വിശ്വാസമില്ലെന്നല്ലേ? പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എന്റെ കാര്യം പോട്ടെ, ആ ഭാരതയുടെ അവസ്ഥ എന്താ? ഒരു കുടുംബം കലക്കിയ വൃത്തികെട്ട സ്ത്രീ എന്നല്ലേ നാട്ടുകാർ നാളെ പറയാ? നീ എന്നോട് പിണങ്ങി വീട് വിട്ട് പോയെന്നെങ്ങാനും അവരറിഞ്ഞാൽ ചങ്ക് പൊട്ടി ചാകും ആ പാവം. ദേവു, നിനക്കറിയോ, പുറമേ ഉള്ളവർ പറയുന്നതല്ല, നിനക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന മാലതിയുടെ ഭയം. നീ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതാ അവരുടെ ഏറ്റവും വലിയ സമാധാനം. ദേവു, നാളെ കാലത്ത് നീ എന്റെ കൂടെ വരണം മാലതിയുടെ അടുത്തേക്ക്. കേറിക്കോളൂ. ഞാൻ പിന്നാപ്പുറത്തൂടെ വരാം. ഓ ആയിക്കോട്ടെ. മാലതിയെടുത്തി, മാലതിയെടുത്തി. മാലതിയെടുത്തി ഇവിടെ.